കോഴിക്കോട് മാവൂരിൽ നിന്ന് പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശികളെ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ പരിശോധനയ്ക്കായി എത്തിച്ചു. വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കി അവരെ വൈകിട്ട് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കും. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡി കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതിൽ ഇപ്പോൾ കഴമ്പുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാം. കാരണം അവരുടെ കയ്യിൽ രേഖകളില്ല, അതൊക്കെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവർ നാട്ടിലേക്ക് വന്നത് എന്നെ സംബന്ധിച്ചൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രിയാണ് 24 ഈ വാർത്ത പുറത്തുവിടുന്നത്. അതായത് മാവൂർ പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ വിവരം എന്നാണ് സൂചന. അങ്ങനെ ഒരു മിന്നൽ പരിശോധന നടത്തിയിട്ടാണ് ഈ ബംഗ്ലാദേശ് സ്വദേശികളായ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിനു ശേഷം ഗുരുതരമായ 2 വകുപ്പുകൾ, അതായത് എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 2 വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രവുമല്ല, കേന്ദ്ര ഏജൻസികൾ വരെ ഇവരെ ചോദ്യം ചെയ്തു. IB-യുടെ ഉദ്യോഗസ്ഥർ വന്ന് ചോദ്യം ചെയ്തു. സംസ്ഥാന ഇന്റലിജൻസിന്റെ DYSPയും ചോദ്യം ചെയ്തു. അതിൽ കേന്ദ്ര ഏജൻസി പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇവർ എങ്ങനെയാണ് രാജ്യത്തിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തത്, അതായത് ഒരു അനധികൃത കുടിയേറ്റമാണ്, നുഴഞ്ഞുകയറ്റമാണ്, അതെങ്ങനെ ചെയ്തു, അവർക്ക് രാജ്യത്തിനകത്ത് ആരൊക്കെയായി ബന്ധമുണ്ട്, ഇവർ എന്തിലെല്ലാം ഇടപെട്ടു, സാമ്പത്തിക ഇടപാടുകൾ, മറ്റൊന്ന് ഈ മയക്കുമരുന്ന്, തീവ്രവാദം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻഫിൽട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് IB ഇവരെ വിശദമായി ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏതായാലും അല്പം മുൻപ് കമ്മീഷൻ ഓഫീസിൽ എത്തിച്ചു. അവിടെ ഫിംഗർ പ്രിന്റ് കൺട്രോളിൽ എത്തി ഫിംഗർ പ്രിന്റുകളെല്ലാം എടുത്തു. വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇപ്പോൾ മാവൂർ സ്റ്റേഷനിൽ അവസാനവട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവരെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കും. സ്വാഭാവികമായും കോടതി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രാഥമികമായി ഇവരുടെ ക്രൈം തെളിഞ്ഞിരിക്കുന്ന ഇതാണ്. ഒന്ന്, രാജ്യത്തിനകത്തേക്ക് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി നുഴഞ്ഞു കയറിയതാണ്. ഏതെങ്കിലും രീതിയിൽ പാസ്പോർട്ട്, വിസ, അങ്ങനെ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള രേഖകളൊന്നും തന്നെ ഇല്ല. മറ്റൊന്ന്, ഇനി ഇവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. പ്രജിൻ. ശരി, ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.